പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയായിരിക്കട്ടെ. പകലന്തിയോളം വലയെറിഞ്ഞിട്ടും ഒന്നും കിട്ടാതെ നിൽക്കുന്ന കടലിന്റെ A-Z അറിയാവുന്ന വലിയ മുക്കുവനോട് കടലിന്റെ ABCD അറിയാത്ത യുവാവായ തച്ചൻ പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വലയെറിയുവിൻ. പക്ഷേ ഒരു മറുചോദ്യവുമില്ലാതെ വലിയ മുക്കുവന്റെ കണ്ണും പൂട്ടിയുള്ള അനുസരണം. ആ അനുസരണത്തിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് സ്വർഗത്തിന്റെ താക്കോൽ വരെ. അതെ, ആ വലിയ മുക്കുവന്റെ തിരുനാളാണ് ഇന്ന്. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ മംഗളങ്ങൾ. ഏതൊരു ക്രൈസ്തവന്റെയും സ്വപ്നങ്ങളിൽ ഒന്നാണ് വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം ഒന്ന് കാണുക, ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ടൊന്ന് കാണുക, നേരിട്ടൊരു ആശീർവാദം സ്വീകരിക്കുക, കൊളോസിയം, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ, അങ്ങനെ അല്ലേ? എനിക്കും ഉണ്ടായിരുന്നു ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആ സ്വപ്നം. എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് ഇറ്റലിയിൽ വന്നിട്ട് ആദ്യത്തെ യാത്ര വത്തിക്കാനിലേക്കായിരുന്നു. ആ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പാപ്പയുടെ ജനറൽ ഓഡിയൻസ് വിസിറ്റിൽ പങ്കെടുക്കുവാനും സാധിച്ചു. അവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലിരിക്കുന്ന വിശുദ്ധ പത്രോസിന്റെ വെങ്കല പ്രതിമയാണ്. ആ പുരാതന പ്രതിമ ഒരു കൈകൊണ്ട് അനുഗ്രഹം നൽകുകയും മറുകൈയിൽ സ്വർഗത്തിന്റെ താക്കോലും പിടിച്ചിരിക്കുന്നു. അവിടെ ബസിലിക്കയിലെത്തുന്നവർ പരമ്പരാഗതമായി ആ കാൽ തൊട്ട് ചുംബിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ തീർത്ഥാടകരുടെ കരം തൊട്ട് കാൽപാദം തേഞ്ഞ് നേർത്തതായിരിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഒരിക്കൽ മനുഷ്യപുത്രൻ ആരാണെന്ന യേശുവിന്റെ ചോദ്യത്തിന് പത്രോസ്ലീഹ തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഈ വചനത്തിന്റെ സാക്ഷാത്കാരമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. വിശുദ്ധ പത്രോസിന്റെ കബറിടമാണ് ഇവിടത്തെ പ്രധാന അൾത്താര. ഈ ദേവാലയ മകുടത്തിനു ചുറ്റും ഈ തിരുവചനം ആലേഖനം ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി പത്രോസ്ലീഹയുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അന്ത്രയോസ്ലീഹയുടെ സഹോദരനും യോനായുടെ മകനുമായ ശിമയോൻ എന്ന് വിളിക്കുന്ന പത്രോസ് ഗലീലയിൽ ബെത്സയിദയിലാണ് ജനിച്ചത്. രക്ഷകന്റെ ആഗമനത്തെ തീഷ്ണതയോടെ കാത്തിരുന്ന അവരുടെ കുലത്തൊഴിൽ മീൻപിടുത്തമായിരുന്നു. ഒടുവിൽ ആ രക്ഷകന്റെ വിളി സ്വീകരിച്ച് ശിഷ്യന്മാരിൽ ഒരുവനായി. അപ്പോസ്തലന്മാരുടെ പേരുകൾ പറയുമ്പോൾ പത്രോസിന്റെ പേരാണ് പ്രഥമ സ്ഥാനത്ത്. യേശു താബോർ മലയിലും ഗത്സമനിയിലും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കൂടെ കൊണ്ടുപോയ 3 ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്തുവിനെ പോലെ വെള്ളത്തിനു മീതെ നടക്കുകയും ക്രിസ്തുവിനോടൊപ്പം ഉണ്ടും ഉറങ്ങിയും തൊട്ടുരുമി നടന്നും അവന്റെ പ്രസംഗ ശൈലിയും അത്ഭുത പ്രവൃത്തികളും കണ്ട് അനുഭവിച്ചറിയാനും ഭാഗ്യം കിട്ടിയ ഒരു സാധാരണ മുക്കുവൻ. തനിക്ക് തോന്നുന്നത് മറയില്ലാതെ യേശുവിനോട് വിളിച്ചു പറയുകയും സംശയം തോന്നുന്നത് ചോദിക്കുകയും ചെയ്തിരുന്ന അവനിലെ പച്ചയായ മനുഷ്യൻ ഒരു ദുർബല നിമിഷത്തിൽ തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. എങ്കിലും അതിൽ മനംനൊന്ത് കരഞ്ഞ് പശ്ചാത്തപിച്ച് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിന്റെ ധീരനായ ഒരു പടയാളിയെ, വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലെ നസ്രായനെക്കുറിച്ച് അന്യഭാഷകളിൽ പ്രസംഗിക്കുന്ന പത്രോസ്ലീഹ, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വിളിച്ചു പറയുന്ന ശബ്ദമായി മാറി. 40-ാം വെള്ളിയെ അനുസ്മരിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം, 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോകുന്ന പത്രോസിനോട് സുന്ദര കവാടം എന്ന് വിളിക്കുന്ന ദേവാലയ വാതിൽക്കൽ കിടന്നിരുന്ന ജന്മനാ മുടന്തനായ ഒരാൾ ഭിക്ഷ യാചിച്ചു. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് പത്രോസ് അവൻ്റെ വലതുകൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. തൽക്ഷണം അവൻ്റെ പാദങ്ങളും കണങ്കാലും ബലം പ്രാപിച്ചു. നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. ഈ സംഭവം ഇന്നും സഭയിൽ 40-ാം വെള്ളി എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നു. 7 വർഷത്തോളം അന്ത്യോക്യായിൽ മെത്രാൻ ഭരണത്തിനു ശേഷം 25 വർഷം റോമിൽ പേപ്പൽ സിംഹാസനം വിശുദ്ധ പത്രോസ് അലങ്കരിച്ചു.
നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാവുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ എന്ന് ഉപദേശിച്ച ശ്ലീഹ AD 67 ജൂൺ 29 നീറോ ചക്രവർത്തിയുടെ ആജ്ഞാപ്രകാരം കുരിശുമരണത്തിന് വിധിച്ചു. തൻ്റെ ഗുരുവിനെ പോലെ മരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തന്നെ തല കീഴായി കുരിശിൽ തറയ്ക്കണമെന്ന് ശ്ലീഹ ആവശ്യപ്പെട്ടു. അങ്ങനെ തല കീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ടു. വഴിയും സത്യവും ജീവനുമായ തൻ്റെ ഗുരുവിൻ്റെ പക്കലേക്ക് യാത്രയായി. വിശുദ്ധ പത്രോസ് ഇന്നും തൻ്റെ പിൻഗാമികൾ വഴി സഭയെ ഭരിക്കുകയും സഭയോട് സംസാരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മരണം വരെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരഭിഷേകം ഇത് കേൾക്കുന്ന എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.